അഹവ ഗാർഡൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ രണ്ട് പ്ലാന്റിൻ്റെ ഡീറ്റെയിൽസ് ആട്ടോ പറയണത്. ഒന്ന് നമ്മുടെ പെറ്റൂണിയും ഒന്ന് നമ്മുടെ മിഡ് നൈറ്റ് ബ്ലൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ നല്ല ഡാർക്ക് വയലറ്റ് കളർ, അതിൻ്റെയൊക്കെ ഫോട്ടോ കാണിച്ചു തരാം കേട്ടോ. സൂപ്പറായിട്ട് നമുക്ക് ഫ്ലവർ ഉണ്ടാവും. അടിപൊളിയായിട്ട് ഫ്ലവർ എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ട് ഫ്ലവർ. 100% ജെനുവിൻ ആയിട്ടുള്ള റിവ്യൂ ആട്ടോ നിങ്ങളോട് പറയണത്. നമ്മൾ ഉപയോഗിച്ച് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന വളത്തിൻ്റെയും മരുന്നുകളുടെയും അതുപോലെ തന്നെ നിങ്ങൾക്ക് കമ്പ് കുത്തി പിന്നീട് പിടിപ്പിക്കാനും പറ്റുന്ന പ്ലാന്റുകളുടെയും സെയിൽ വരുമ്പോൾ നമ്മൾ അങ്ങനെ തന്നെ പറയാറുണ്ട് കേട്ടോ. അങ്ങനത്തെ രണ്ടൊന്ന് പ്ലാന്റ് ആട്ടോ. ഇതാണ് മിഡ് നൈറ്റ് ബ്ലൂ. നല്ല സൂര്യപ്രകാശം കിട്ടിയ നല്ല കിടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പറായിട്ട് നല്ല വയലറ്റ് ഡാർക്ക് നമ്മുടെ മുന്തിരിയുടെ വൈനിൻ്റെ കളറായിട്ട് വരുന്ന റോസാട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ ഞാൻ ഡീറ്റെയിൽസ് പറയാൻ മുൻപ് ഞാൻ പെറ്റൂണിയുടെ ഡീറ്റെയിൽസ് ഒന്ന് പറയട്ടെ. നമ്മുടെ പെറ്റൂണിയുടെ കൊക്കഡോമയുടെ വീഡിയോയും അതുപോലെ തന്നെ കോംബോയുടെ വീഡിയോ ഒക്കെ ഇന്നലെ നമ്മളിട്ടപ്പം കുറേ പേർക്ക് സത്യത്തിൽ എന്നാന്നും മനസ്സിലായില്ല. അതെന്തുവാന്ന് ചോദിച്ചാൽ എനിക്കും അറിയില്ല. പക്ഷെ അതുകൊണ്ട് ഞാനൊന്ന് ഡീറ്റെയിൽഡായിട്ട് അതിനെപ്പറ്റി പറയാമെന്ന് വിചാരിച്ചു. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. വിലക്കുറവിൻ്റെ പ്ലാന്റുകൾ നിങ്ങൾ കിട്ടണം എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക്. കാരണം നമ്മൾ ഇടയ്ക്കൊക്കെ നിങ്ങൾക്ക് ഭയങ്കര റേറ്റ് കുറവെന്ന് പറഞ്ഞാൽ ഭയങ്കര റേറ്റ് കുറവിൽ പ്ലാന്റുകൾ ഇടാറുണ്ട്. പിന്നെ ഓരോ പ്ലാന്റിൻ്റെ റേറ്റ് മാറും നമുക്ക് കിട്ടുന്ന സ്റ്റോക്കിനനുസരിച്ചും. നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന പ്ലാന്റുകളൊക്കെയാണ് നിങ്ങൾക്ക് നല്ല റേറ്റ് കുറച്ച് തരാറുണ്ട്. പിന്നെ നമുക്ക് തന്നെ സ്റ്റോക്കിനൊക്കെ അനുസരിച്ചായിട്ട് പ്ലാന്റിൻ്റെ റേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത്. പിന്നെ പ്ലാന്റിൻ്റെ സൈസ് അനുസരിച്ചും റേറ്റ് മാറും. ഇതാണ് നമ്മൾ പെറ്റൂണിയുടെ സൈസ്. അതായത് നമുക്ക് ഇപ്പോൾ പ്രൊപ്പഗേറ്റ് ചെയ്തായിട്ടുള്ള പ്ലാന്റിൻ്റെ എല്ലാം സൈസ് വലുതും ചെറുതും മീഡിയം എല്ലാം ഇതിൻ്റെ കാണിക്കുന്നുണ്ട്. വലിയ പ്ലാന്റ് ഉണ്ട്, ചെറിയ പ്ലാന്റ് ഉണ്ട്, തീരെ ചെറിയ പ്ലാന്റ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം നിങ്ങളെ കാണിച്ചു തന്നെ എന്തിനാണെന്ന് വെച്ചാൽ ഇതൊക്കെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുമ്പം ഇതിലേതെങ്കിലും ഒരു സൈസ് ആയിരിക്കും എന്ന് നിങ്ങൾക്ക് തന്നെ ഒരു നിങ്ങൾക്കത് മനസ്സിലാവാൻ വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോയിൽ ആ പ്ലാന്റുകളെല്ലാം ഒന്ന് കാണിക്കണം കേട്ടോ. പിന്നെ കൊക്കഡോമ നമ്മൾ കാണിച്ച് കഴിഞ്ഞപ്പം എല്ലാവർക്കും മനസ്സിലായില്ല അതെന്താണ്. അതായത് നമ്മുടെ ഈ പെറ്റൂണിയ പ്ലാന്റ് ചോട് അതായത് അതിൻ്റെ പ്രോപ്പറായിട്ട് വെള്ളം അതിൻ്റെ കറക്റ്റ് ചോട്ടി കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ പ്ലാന്റ് നശിച്ചു പോകും. അതാണ് പെറ്റൂണിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത. നമ്മളതിൻ്റെ ചുറ്റിനെ ഒഴിക്കുക. അതായത് അതിൻ്റെ കറക്റ്റ് ചോട്, അതിൻ്റെ റൂട്ട് കറക്റ്റ് നിൽക്കുന്ന സ്ഥലത്തോട്ട് നിങ്ങൾ ഒഴിക്കരുത്, ചുറ്റിന് വേണം ഒഴിക്കാൻ. ഞങ്ങൾ കുറേ നാളായിട്ട് കൊക്കഡോമ ഉണ്ടാക്കി സെയിൽ ചെയ്യുന്നുണ്ട്. കൊക്കഡോമ ഉണ്ടാക്കി സെയിൽ ചെയ്യുമ്പോൾ ഈ പെറ്റൂണിയക്ക് ഏറ്റവും ഒരു സൂപ്പറായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തേക്കുന്ന കൊക്കഡോമയാണ്. എന്നാന്ന് വെച്ചാൽ നമ്മൾ ഈ കൊക്കഡോമ ഉണ്ടാക്കിയിട്ട് ജസ്റ്റ് അത് വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കറക്റ്റ് ചോട്ടിലല്ല വെള്ളം പിടിക്കുന്നത്. കണ്ടോ, ഞാൻ ഈ പിടിച്ചേക്കണ ഭാഗം കണ്ടോ, ആ ഭാഗത്ത് വെള്ളം സക്ക് ചെയ്തിട്ട് ഇതിൻ്റെ വേര് സ്ലോലി അതെന്ത് ചെയ്യും, അബ്സോർബ് ചെയ്യുമ്പോൾ ഈ പ്ലാന്റ് നല്ല കിടുവായിട്ട് നിൽക്കും. അതൊന്ന് വാടി തുടങ്ങുമ്പോൾ മാത്രം നമ്മൾ വെള്ളത്തിലൊന്ന് മുക്കിയാലും മതി. അപ്പോൾ ഇതുപോലത്തെ പ്ലാന്റുകൾ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ അത് ഉണ്ടാക്കി വെച്ചേക്കുമല്ല, ഓർഡർ വരുന്നതിനനുസരിച്ച് അവർക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞത്. കൊക്കഡോമ വേണ്ട ആൾക്കാർ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. നിങ്ങൾ അത് എത്ര എണ്ണ വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളത് കൊക്കഡോമയാക്കി ഞങ്ങൾ കൊക്കഡോമയാക്കി സെറ്റ് ചെയ്യുമ്പോൾ തന്നെ അത് നല്ലൊരു ഹെൽത്തി ആയിരിക്കും. കാരണം അല്ലാത്ത പ്ലാന്റുകൾ നിങ്ങൾക്ക് തരാനായിട്ട് പറ്റത്തില്ലല്ലോ. ഒരു 6 to 8 മന്ത് വരെ ഈ സിംഗിൾ പ്ലാന്റ് നിൽക്കുകയും ചെയ്യും. കാരണം ഞങ്ങളുടെ ഇവിടെ നിന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് നിങ്ങളോട് ഇത് പറയണേ കേട്ടോ. ഇതിപ്പോൾ ഞങ്ങൾ കുറേ ഉണ്ടാക്കി ഞങ്ങളുടെ വീട്ടിലിട്ടിട്ടുണ്ടായിരുന്നു, കുറേയും സെയിലായിട്ട് പോയി. പിന്നെ കുറച്ച് ഞങ്ങൾക്കും വേണമല്ലോ എന്നോർത്തുകൊണ്ട് നമ്മൾ കുറച്ചൊക്കെ കൊടുക്കാതെ നമ്മൾ വെച്ചേക്കണം. ഇപ്പോഴും ചോദിക്കുന്നുണ്ട്. പക്ഷേ കൊടുക്കാത്ത കാര്യം വെച്ചാൽ ഇത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെപ്പോലും കാണിക്കാൻ ഞങ്ങളുടെ കയ്യിലൊന്നും ഉണ്ടാവത്തില്ല. അതുകൊണ്ടാട്ടോ. ഇതൊക്കെയാണ് നമ്മുടെ പെറ്റൂണിയുടെ പ്ലാന്റിൻ്റെ സൈസുകൾ എന്ന് പറയുന്നത്. നമ്മൾ 3 ടൈപ്പ് കോംബോയാണ് കൊടുക്കുന്നത്. 4 പ്ലാന്റിൻ്റെ കോംബോ, 8 പ്ലാന്റിൻ്റെ കോംബോ, 10 പ്ലാന്റിൻ്റെ കോംബോ. കഴിഞ്ഞ വീഡിയോയിൽ പ്ലാന്റിൻ്റെ നിങ്ങളോട് വിശേഷം പറഞ്ഞു പോയ കൂട്ടത്തിൽ പ്ലാന്റിൻ്റെ വില പറയാനായിട്ട് വിട്ടുപോയിരുന്നു. പക്ഷേ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ റേറ്റ് എഴുതിയിട്ടുണ്ട്. നമ്മുടെ വീഡിയോയിൽ പ്ലാന്റിൻ്റെ റേറ്റ് പറയാൻ വിട്ടുപോയതാണ്, അതുകൊണ്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് പ്ലാന്റിൻ്റെ റേറ്റ് എഴുതിയിട്ടുണ്ട്. പക്ഷേ പലരും അത് ചെക്ക് ചെയ്ത് നോക്കിയിട്ടില്ല. പക്ഷേ ഡിസ്ക്രിപ്ഷനിൽ റേറ്റ് ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇതുപോലത്തെ പെറ്റൂണിയ പ്ലാന്റ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നമുക്ക് മെസ്സേജ് ചെയ്താൽ മതി. നിങ്ങൾക്ക് പ്ലാന്റുകൾ അയച്ചു തരുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. പിന്നെ ഈ പെറ്റൂണിയ പ്ലാന്റിൻ്റെ പ്രത്യേകത എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരുപാട് പെറ്റൂണിയാസ് ഉണ്ടായിരുന്നു. അതിൻ്റെ എല്ലാം സീഡ് നമ്മളെടുത്ത് കിളിപ്പിച്ചിട്ട് അത് ഒരുപാട് 10-65 കളേഴ്സ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഡബിളും സിംഗിളും സ്റ്റാറും എല്ലാം മിക്സായിട്ട് വരുന്നതാണ് കേട്ടോ. അപ്പം ഇതെല്ലാം ഒരുമിച്ചിട്ട് ഞങ്ങൾ കിളിപ്പിച്ചേക്കണെയാണ്. അപ്പം നിങ്ങൾക്ക് ഇതിൽ നിന്നൊരു 4 എണ്ണം 8 എണ്ണം 10 എണ്ണം അങ്ങനെ കോംബോ തരുന്നത്. അപ്പോൾ എന്തായാലും ഒരു കാരണവശാലും നിങ്ങൾക്ക് 4ഉം സെയിം കളർ കിട്ടാൻ ഒരു സാധ്യതയില്ല. കാരണം ഇതെല്ലാം ഫ്ലവർ ആവാനായിട്ടിരിക്കുന്നതാണ്. ഫ്ലവർ വരുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ഞങ്ങൾ നിങ്ങൾക്ക് 4 കളറേ തരത്തുള്ളൂ. അത് ഡബിളും സിംഗിളും സ്റ്റാറും എല്ലാം നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും തരിക. ഇനി ഇതുപോലെ ഫ്ലവർ ആവാനായിട്ട് നിൽക്കണമെങ്കിൽ ഞങ്ങൾ അയക്കുന്ന സമയത്ത് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ പ്ലാന്റുകൾ 4 എണ്ണം ആയിരിക്കും കേട്ടോ അയച്ചു തരുന്നത്. കൃത്യമായിട്ട് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. എല്ലാവരും വീഡിയോ കൊണ്ട് കളറ് ചോദിക്കുന്നുണ്ട്. കാരണം ഇപ്പം ഞങ്ങൾക്ക് തൈയുടേത് കാണിച്ചു തന്നില്ലേ. അപ്പം ഞങ്ങൾ അങ്ങനെ സീഡ് ഇട്ടേക്കുന്നത് കൊണ്ട്
ഫ്ലവർ വരാതെ നമുക്ക് ഫ്ലവർ ആയതെന്ന് അറിയാൻ പറ്റില്ല. പക്ഷേ പ്ലാന്റ് നല്ല സൂപ്പർ പ്ലാന്റാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമുക്ക് മെസ്സേജ് അയക്കട്ടെ. പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 4 പ്ലാന്റിന് ഞങ്ങൾ ഇട്ടാണ് കോംബോ റേറ്റ് 399 പ്ലസ് CC ആണ്. 8 പ്ലാന്റിൻ്റെ കോംബോ 749 രൂപ പ്ലസ് CC ആണ്. 10 പ്ലാന്റിൻ്റെ കോംബോ 912 രൂപ പ്ലസ് CC ആട്ടോ വരുന്നത്. ഞാൻ ഈ വീഡിയോയിൽ വ്യക്തമായിട്ട് പ്ലാന്റിൻ്റെ റേറ്റ് പറയുന്നുണ്ട്. ഇനി കുറേ ആൾക്കാർ വന്ന് കമൻറ്റ് അടിക്കേണ്ടത് പെറ്റൂണിയയ്ക്ക് ഭയങ്കര വിലയാണ്, നമ്മുടെ റെഡ് പെറ്റൂണിയയുടെ വീഡിയോ കിട്ടും ഭയങ്കര റേറ്റാണ്, ആനയാണ് ചേനയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. വില കൂടുതലാണെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ നിങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങണ്ട, അത്രേ ഉള്ളൂ. കാരണം നമ്മുടെ പ്ലാന്റിൽ നമുക്കൊരു വിശ്വാസമുണ്ട്. കാരണം ആ പ്ലാന്റ് നിങ്ങൾക്ക് നന്നായിട്ട് പിന്നീട് മുറിച്ച് നടാനും അതുപോലെ തന്നെ വിത്തുകളും കിട്ടുന്ന പ്ലാന്റുകളാണെന്ന് നമുക്ക് ഉറപ്പുള്ളതാണ് നമ്മൾ നിങ്ങൾക്ക് തരാം. കാരണം നിങ്ങൾക്കത് വ്യർത്ഥാണെന്ന് ഞങ്ങൾക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് തരുന്നത്. പിന്നെ കുറേ പേര് അടിയിൽ കമൻറ്റ് ഇട്ടിട്ടുണ്ട് 25 രൂപയ്ക്ക് 55 രൂപയ്ക്കൊക്കെ പ്ലാന്റ് കിട്ടുന്നു. ഓക്കെ, ഞങ്ങൾ അതിൻ്റെ അടിയിൽ കമൻറ്റ് ഇട്ടായിരുന്നു. അവർക്ക് മറുപടി ഈ 25-55 രൂപയ്ക്ക് കിട്ടുന്ന സ്ഥലത്തിൻ്റെ നമ്പറോ ആ സെല്ലറുടെ ഡീറ്റെയിൽസോ എന്തെങ്കിലും കൂടെ നിങ്ങൾ കൊടുക്കൂ. അതും ആരും കൊടുത്തിട്ടില്ല. എനിക്ക് തോന്നിയപ്പോൾ ഒരു 3-4 ആഴ്ച കഴിഞ്ഞു, ഇതുവരെ ആരും കൊടുത്തിട്ടില്ല. അങ്ങനെ നിങ്ങൾക്ക് ആരെല്ലാം അറിയുന്നുണ്ടെങ്കിൽ അവരുടെ അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്തുകൊണ്ട് കൊടുക്കുക കേട്ടോ. കാരണം അങ്ങനെ മേടിക്കാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെയും കൂടി ഒന്ന് വാങ്ങട്ടെ. അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നിന്ന് വാങ്ങുക. പ്ലാന്റിൻ്റെ റേറ്റ് ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നല്ല സൂപ്പർ പ്ലാന്റാണ്. നിങ്ങൾക്ക് പ്ലാന്റ് കാണുമ്പോൾ തന്നെ അറിയാം, അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് ഈ പ്ലാന്റിന്. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ ഇന്ന് പേയ്മെൻറ്റ് ഇട്ടിട്ട് നാളെ അയക്കാൻ പറയരുത്. ദൈവത്തെ ഓർത്ത് നമ്മൾ പ്രയോറിറ്റി ലിസ്റ്റ് അനുസരിച്ച് മാത്രമേ അയക്കത്തുള്ളൂ. കാരണം ആദ്യം ഓർഡർ ചെയ്യുന്നവരെ ഓർഡർ നമ്പർ അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് പ്ലാന്റുകൾ അയക്കുക. പക്ഷേ നിങ്ങളുടെ പ്ലാന്റ് ഇപ്പോൾ ഈ ആഴ്ച, കാരണം നമ്മൾ വിത്തിൻ 4 വീക്സാണ് നമ്മൾ പറയണത്. നിങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ളിൽ നമ്മൾ മാക്സിമം നിങ്ങൾക്ക് എത്തിക്കാറുണ്ട്. ഇനി ഇൻ കേസ് എന്തെങ്കിലും കാരണവശാൽ മഴയുടെ ഇതുകൊണ്ടോ ഹർത്താലോ എന്തെങ്കിലും അവധിയൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യത്യാസം വരത്തുള്ളൂ. ഒന്നുകൊണ്ടും പേടിക്കേണ്ട, പ്ലാന്റ് ഞങ്ങളുടെ സേഫ് ആയിരിക്കും. ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പ്ലാന്റ് ഡാമേജ് ആയി പോകുമോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് അയക്കാൻ പറ്റാതെയോ എന്തെങ്കിലും വന്നാൽ ഡെഫിനറ്റ്ലി ഞങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗത്ത് നിന്നല്ലാതെ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും എറർ വന്നിട്ടാണെങ്കിൽ ഞങ്ങൾ അത് നിങ്ങൾക്ക് റീഫണ്ടും തരുന്നതായിരിക്കും. ആ കാര്യത്തിലും നിങ്ങൾ പേടിക്കേണ്ട കേട്ടോ. ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പ്ലാന്റ് ഡാമേജ് ആയി പോവോ അങ്ങനത്തെ എന്തെങ്കിലും കാരണത്താൽ, താമസിക്കുന്നത് കൊണ്ടല്ല, അല്ലാതെ എന്തെങ്കിലും കാരണത്താലാണ് ഞങ്ങൾ നിങ്ങൾക്ക് റീഫണ്ട് തരും. കാരണം നമ്മുടെ ഒരുപാട് കസ്റ്റമേഴ്സ് മേടിച്ച് എല്ലാവർക്കും അറിയാം, നമ്മൾ വളരെ ഫ്രണ്ട്ലി ആയിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് പ്ലാന്റുകൾ കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ ചില പ്ലാന്റുകൾക്ക് റേറ്റ് ഉണ്ടാകും, അതും നമ്മൾ വീഡിയോയിൽ പറയാറുണ്ട്. റേറ്റ് വരുന്നതിൻ്റെ കാരണം ഒന്നല്ലെങ്കിൽ ആ പ്ലാന്റ് റയർ ആയിരിക്കും, അല്ലെങ്കിൽ പ്ലാന്റിൻ്റെ സൈസ് വലുതായിരിക്കും. അതുകൊണ്ടാണ് കേട്ടോ. ചെറിയ പ്ലാന്റിന് ചെറിയ വിലയ്ക്ക് നമ്മൾ കൊടുക്കാറുണ്ട്. നമ്മുടെ 19 രൂപയുടെ റോസ് നിങ്ങൾക്ക് കുറേ പേർക്ക് നമ്മുടെ ഇതിന് മുന്നേ വാങ്ങിച്ചിട്ടുണ്ട്. ഈ പ്രാവശ്യം ഒരുപാട് പേര് ഓർഡർ ചെയ്തിട്ടുണ്ട്. റെഡ് പെറ്റൂണിയ ഒരു 50% ഓർഡർ ചെയ്ത ആൾക്കാർക്ക് മാത്രമാണ് ഇതുവരെ അയച്ചേക്കണേ. ബാക്കിയുള്ളവർക്കൊക്കെ അയക്കാൻ കിടക്കുവാണ്. ഈ ആഴ്ചയിൽ നമ്മുടെ ഒരു പെരുന്നാൾ വന്നതുകൊണ്ട് അതൊന്നും റിച്ച് ലാഗായിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്കെല്ലാം സൂപ്പറായിട്ട് പ്ലാന്റുകൾ കിട്ടും. ഇനി ഒരു ദിവസം വൈകിയാലും പേടിക്കണ്ട, ഞങ്ങളുടെ കയ്യിലല്ലേ സാധനം ഇരിക്കുന്നത്. ഞങ്ങളതിന് വെള്ളവും വളവും ഭക്ഷണവും എല്ലാം കൊടുത്ത് സുന്ദരന്മാരാക്കി കൂടി എത്തിയേക്കാം. അത് നിങ്ങളുടെ കയ്യിൽ വളരെ സുരക്ഷിതമായി തന്നെ എത്തും കേട്ടോ. അപ്പോൾ ആ കാര്യത്തിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, നല്ല ഭംഗിയായിട്ട് നിങ്ങൾക്ക് പ്ലാന്റുകൾ തരും. പിന്നെ നമ്മുടെ ഇന്നത്തെ അടുത്ത സെയിൽ വീഡിയോ, നല്ല മഴയാട്ടോ ഇവിടെ. നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴ. ഈ വോയിസ് ഓവർ ചെയ്യുമ്പോൾ സൗണ്ട് വേറെ കയറാതിരിക്കാൻ വേണ്ടി പല സ്ഥലത്ത് പോയിട്ടും ഒരു കാര്യമില്ല. ഈ ഇടിയുടെയും മഴയുടെയും സൗണ്ട് നിങ്ങൾ കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. കുറച്ച് മഴ നല്ല മഴ ഇവിടെ, അതുകൊണ്ടാട്ടോ. അപ്പം ഇന്നത്തെ അടുത്ത നമ്മുടെ എന്ന് പറഞ്ഞാൽ മിഡ് നൈറ്റ് ബ്ലൂ ആട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഇതേ പെറ്റൂണിയ കയറി വരുന്നുണ്ട്. ഈ പെറ്റൂണിയ ഫസ്റ്റ് നമ്മുടെ റെഡ് കളർ ഉണ്ടല്ലോ, ബ്ലഡ് റെഡ്, അത് ഫസ്റ്റ് ഓർഡർ ചെയ്ത ആൾക്കാരുടെ സെറ്റിലുള്ളത് ഞങ്ങൾ ഹാങ്ങിങ് ബോർഡിലോട്ട് നട്ടതാണ്. അതുകൊണ്ട് ഇത്ര വലുതായി. 2 വീക്സ് പോലും ആയിട്ടില്ല, അതിന് മുന്നേ ഇത്രയ്ക്കും വലുതായി. അപ്പം നിങ്ങളുടെ പ്ലാന്റുകളും നന്നായിട്ട് വളരും. നിങ്ങൾ പിൻ ചെയ്തോളൂ, അതായത് നന്നായിട്ട് ഇങ്ങനെ നുള്ളി കൂട്ടണം, നല്ല ബ്രാഞ്ച് പൊട്ടത്തുള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ കിഴി മരുന്നും കിഴി വളവും എല്ലാവരും ഒന്ന് മേടിച്ച് നോക്കണം. കാരണം നിങ്ങൾ ഇത്രയും മരുന്നുകൾ പരീക്ഷിച്ചതല്ലേ, അപ്പോൾ അതും കൂടി ഒന്ന് നോക്കുക. ഒരു കിഴി വളത്തിന് 15 രൂപയും ഒരു കിഴി മരുന്നിന് 30 രൂപയാണ് വരുന്നത്. അപ്പോൾ അതും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർഡർ ചെയ്ത് ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഒരു ചട്ടിയിൽ ഒരു കിഴി മരുന്നാണ് ഇടേണ്ടത്, കിഴി വളമാണ് ഇടേണ്ടത്. മരുന്ന് നിങ്ങൾ സ്പ്രേ ചെയ്താണ് കൊടുക്കേണ്ടത്. സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ സാധനമാണ്. കാരണം നമ്മുടെ നഴ്സറിയിൽ ഉപയോഗിക്കുന്നതാണ്, നല്ല എഫക്റ്റാണ്. അതുകൊണ്ടാട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ആ കാര്യം ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത കാര്യമാണ്. പിന്നെ ഈ പറഞ്ഞ പ്ലാന്റുകൾ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി. നിങ്ങൾക്ക് പ്ലാന്റുകൾ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. DTDC വഴി നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. വേണ്ടവർ ഈ നമ്പറിലോട്ട് ഒന്ന് മെസ്സേജ് ചെയ്താൽ മാത്രം മതി. പിന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക്, ഫ്രണ്ട്സിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്കും കൂടി ഒന്ന് ഉപകാരപ്പെടട്ടെ. നമ്മളിനി കാണാൻ പോകുന്നതാണ് മിഡ് നൈറ്റ് ബ്ലൂ. ഈ മിഡ് നൈറ്റ് ബ്ലൂവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ കമ്പ് വെട്ടിയിട്ട് കുത്തി കൊടുത്തിട്ട് പെട്ടെന്ന് വേര് പിടിക്കുന്ന ഒരു പ്ലാന്റാണ് മിഡ് നൈറ്റ് ബ്ലൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ബഡ് ആണെങ്കിൽ പോലും ഞങ്ങൾക്ക് തന്നെ ഒരുപാട്
പ്ലാന്റുകൾ അങ്ങനെ കിളിപ്പിച്ച് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഞങ്ങളത് സെയിൽ ചെയ്തിട്ടുണ്ട്. നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ അതിൻ്റെ വീഡിയോ കിടക്കുന്നുണ്ട്. നമ്മൾ മിഡ് നൈറ്റ് ബ്ലൂവിൻ്റെ ഓൺ റൂട്ട് വരെ നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട്. കാരണം നമുക്കത് കുത്തി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കായാലും ഈ പ്ലാന്റ് കമ്പ് കുത്തിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വേര് പിടിച്ച് കിട്ടുന്നൊരു പ്ലാന്റാണ്. ഇഷ്ടം പോലെ 1-2 ഫ്ലവർ അല്ലാട്ടോ ഇതിൻ്റെ അകത്ത് ഉണ്ടാവണം. ഞങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിരിക്കുന്നതും അങ്ങനെയല്ല. ഉണ്ടാകുമ്പോൾ നല്ല ബഞ്ചായിട്ട് ഇഷ്ടം പോലെ ഫ്ലവർ ഉണ്ടാകും. നിങ്ങൾ ഈ വീഡിയോ കാണാതെ നല്ല ഫ്ലവർ ഉണ്ടാവും. വെയിൽ കുറയുമ്പോഴല്ല, വെയിൽ നന്നായിട്ട് കിട്ടുമ്പോൾ ബ്രൈറ്റായിട്ട് നമ്മുടെ മുന്തിരി ഉണ്ടല്ലോ, കറുത്ത മുന്തിരി വൈനാക്കി കഴിയുമ്പോൾ ഉള്ളൊരു കളറുണ്ടല്ലോ, ആ കളറായിരിക്കും ഇത്. കണ്ടോ, ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വന്നത്. ചെറിയ പ്ലാന്റ് അല്ല, വലിയ പ്ലാന്റാട്ടോ, നല്ല വലിയ പ്ലാന്റാണ്. വലിയ ചട്ടിയിലെ പ്ലാന്റാണ്. അപ്പം നിങ്ങൾക്ക് ഈ പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമുക്ക് മെസ്സേജ് അയക്കാം കേട്ടോ. ഇത് കുറച്ച് വെയിൽ കുറവായിരുന്നു ഞങ്ങൾക്ക് വെച്ച സ്ഥലത്ത്. അതുകൊണ്ട് ഇച്ചിരി നിങ്ങൾക്ക് കാണുമ്പോൾ പറയാം, എൻ്റെ എഡ്ജിലൊക്കെ നല്ല ഡാർക്ക് വയലറ്റ് വന്നത്, ചെറിയൊരു കളർ വ്യത്യാസമുണ്ട്. ഇത് കണ്ടോ, നല്ല സൂപ്പറായിട്ടുള്ള പ്ലാന്റുകളാട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ വേഗം തന്നെ മെസ്സേജ് അയച്ചോ. ഇത് ഒരുപാട് സ്റ്റോക്ക് വന്നിട്ടില്ല, മിനിമം സ്റ്റോക്കേ വന്നിട്ടുള്ളൂ. ഇനി ഇത്ര ദിവസം ആയാലോ വീഡിയോ ഇട്ടിട്ട്, അപ്പോൾ ഇനി അത് സ്റ്റോക്ക് ഉണ്ടാകുമോ എന്നോർത്ത് ആരും മെസ്സേജ് ചെയ്യാതിരിക്കേണ്ട, അയച്ചോ, എങ്ങാനും ഉണ്ടെങ്കിൽ കിട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും വേഗം മെസ്സേജ് അയച്ചോ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ബെൽ ബട്ടണും കൂടി അമർത്തണം. പിന്നെ ഇമ്പോർട്ടൻ്റ് കാര്യം പറയട്ടെ, ഈ മിഡ് നൈറ്റ് ബ്ലൂ ഓർഡർ ചെയ്യുന്ന ആൾക്കാർക്ക് വേറൊരു റോസ ഫ്രീ ഉണ്ടായിരിക്കും. അപ്പോൾ ഗുഡ് നൈറ്റ്.